കഴിഞ്ഞ 35 വർഷമായി യാത്രായോഗ്യമായ റോഡെന്ന സ്വപ്നവുമായി പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് പീരുമേട് പഞ്ചായത്തിലെ കരടിക്കുഴി ചന്ദ്രവനം മേഖലയിലുള്ള ആളുകൾ. കരടിക്കുഴി കുരിശുമുട്ട മുതൽ ചന്ദ്രവനം വരെയുള്ള 2 കിലോമീറ്റർ ഭാഗമാണ് യാത്രാക്ലേശം നേരിടുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് റോഡ് പൂർണ്ണമായും ഗതാഗതയോഗ്യമല്ലാതായി മാറി. തോട്ടം തൊഴിലാളികൾ, സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള 50ഓളം കുടുംബങ്ങളാണ് ഈ റോഡിന്റെ ഗുണഭോക്താക്കൾ. ഇവർ വർഷങ്ങളായി യാത്രാക്ലേശത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 35 വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡ് എങ്ങനെ നിർമ്മിച്ചോ അതേപടി കിടക്കുകയാണ് ഇപ്പോഴും. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിലെ മണ്ണ് ഒലിച്ചുപോയി. ഇതോടെ ഒരു വാഹനം പോലും ഇതുവഴി കടന്നു വരാൻ കഴിയാത്ത സാഹചര്യത്തിലായി കിടക്കുകയാണ്. മുമ്പ് ഒരാളെ സുഖമില്ലാതെ അവിടെ ആശുപത്രി കൊണ്ടുപോകാൻ വന്നിട്ട് വഴിക്ക് വന്നപ്പോൾ വണ്ടി പോകത്തില്ല, പോകാതെ വന്നിട്ട് വഴി ബ്ലോക്കായി അവിടെ കിടന്ന് പിന്നെ ആൾക്കാരെല്ലാം അവിടെ കൂടി ചുമന്ന് ആശുപത്രി കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആൾ മരിച്ചുപോയി. അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പം ഇതൊരു സ്ഥിര സംഭവം ഇങ്ങനെ വരിക, റോഡില്ലാത്തതുകൊണ്ട് ഇത് വലിയ വിഷയമാണ്. അപ്പോൾ ആ കൂടെയാണ് ഈ ഉള്ള റോഡ് കൂടെ ഇങ്ങനെ അടച്ച്. പ്രായമായവരും രോഗികളായവരും അടക്കമുണ്ട്. ഇവരെല്ലാം അത്യാവശ്യ ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ പോകണമെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. വിഷയം സംബന്ധിച്ച് മാറി മാറി വരുന്ന ത്രിതല പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളോട് സംസാരിച്ചെങ്കിലും ഉടൻ ശരിയാക്കാമെന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരു ഓട്ടോ വിളിച്ചാലും ഒരു ആശുപത്രി എന്തെങ്കിലും വന്നാലും ഒരു വണ്ടി വിളിച്ചാൽ ഒരു വണ്ടി പോലും വരത്തുമില്ല. അങ്ങനെ കിടക്കുന്ന ഈ റോഡിൽ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇവിടെ താഴോട്ട് കാന നല്ല രീതിയിൽ തെളിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഇതും ഒരു സ്വകാര്യ വ്യക്തി ആ കാന കയറി അടച്ചു വെച്ചു. കുരിശുമുട്ട മുതൽ ചന്ദ്രവനം വരെയുള്ള റോഡിന്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രദേശത്തെ വിദ്യാർത്ഥികൾ വണ്ടിപ്പെരിയാർ, പീരുമേട് എന്നീ മേഖലകളിലെ സ്കൂളുകളിലാണ് പഠനത്തിനായി പോകുന്നത്. ഇവരെല്ലാം വാഹനം ഇതുവഴി വരാൻ സാധിക്കാത്തതിനാൽ കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ചു വേണം സ്കൂളുകളിലെത്താൻ. വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തി തരണമെന്ന ആവശ്യമാണ് മേഖലയിലെ ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.